ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. 6ാം ക്ലാസ്സിലെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 6ാം ക്ലാസ്സിൻ്റെ ഇംഗ്ലീഷിൻ്റെ ഇന്നത്തെ ക്വസ്റ്റ്യൻ പേപ്പറും ആൻസേഴ്സുമാണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ എല്ലാ കൂട്ടുകാരും എക്സാമൊക്കെ നന്നായിട്ട് തന്നെ എഴുതിയിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. എന്തായാലും നമുക്ക് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. റീഡിംഗ് കോംപ്രിഹെൻഷനാണ്. റീഡ് ദ പാസേജ് ഗിവൺ ബിലോ ആൻഡ് ആൻസർ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ്. അപ്പോൾ ടാരോ യാഷിമ എന്ന് പറയുന്ന ഒരു ഹെഡിങ്ങിൽ തന്നിട്ടുള്ള കുറച്ച് പാസേജാണ് നമുക്ക് വായിച്ചു നോക്കാം. ടാരോ യാഷിമ വാസ് എ ജപ്പാനീസ് ആർട്ടിസ്റ്റ് ആൻഡ് റൈറ്റർ ഹു മൂവ്ഡ് ടു അമേരിക്ക. അപ്പോൾ അദ്ദേഹം എന്താണ്, ഒരു ജപ്പാനീസ് ആർട്ടിസ്റ്റാണ്, പക്ഷേ അമേരിക്കയിലേക്കാണ് അദ്ദേഹം മൂവ് ചെയ്തിട്ടുള്ളത്. ആർട്ടിസ്റ്റും റൈറ്ററും കൂടെയാണ് കേട്ടോ. ഹിസ് റിയൽ നെയിം വാസ് ജൂൺ ആറ്റുഷി ഇവാംസ്റ്റു. ഓക്കെ, ഇതാണ് അദ്ദേഹത്തിൻ്റെ ശരിയായിട്ടുള്ള പേര്. ഹി വാസ് ബോൺ ഇൻ ജപ്പാൻ ഓൺ സെപ്റ്റംബർ 21, 1918. അപ്പോൾ 1908 സെപ്റ്റംബർ 21 ജപ്പാനിലാണ് അദ്ദേഹം ജനിച്ചിട്ടുള്ളത്. ഹി ആൻഡ് ഹിസ് വൈഫ് മിറ്റ്സു ലെഫ്റ്റ് ജപ്പാൻ ബിക്കോസ് ദ ഗവൺമെൻറ് ഡിഡ് നോട്ട് ലൈക്ക് ഹിസ് ഡ്രോയിങ്സ് അബൌട്ട് പീസ്. അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു, അദ്ദേഹത്തിൻ്റെ ഭാര്യയും ജപ്പാനിൽ നിന്ന് ലെഫ്റ്റ് ആവുകയാണ് ചെയ്യുന്നത്, അവിടെ നിന്ന് പോവുകയാണ് ചെയ്യുന്നത്. കാരണം ഗവൺമെൻറ്റിന് അദ്ദേഹത്തിൻ്റെ സമാധാനപരമായിട്ടുള്ള പിക്ചേഴ്സ് ഒന്നും ഇഷ്ടമായില്ല. ദെൻ ഇൻ അമേരിക്ക ഡ്യൂറിങ് വേൾഡ് വാർ സെക്കൻഡ് ഹി ഹെൽപ്ഡ് മേക്കിംഗ് പോസ്റ്റേഴ്സ് ഫോർ ദ US. അപ്പോൾ US ആർമിക്ക് വേണ്ടിയിട്ട് അദ്ദേഹം എന്ത് ചെയ്തു, വേൾഡ് വാർ സെക്കൻഡിൻ്റെ സമയത്ത് ഒരുപാട് പോസ്റ്റേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. ഈ സ്റ്റാർട്ടഡ് മേക്കിംഗ് പിക്ചർ ബുക്സ് ഫോർ ഹിസ് ലിറ്റിൽ ഗേൾ മോമോ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ലിറ്റിൽ ഗേൾ ആയിട്ടുള്ള മോമോക്ക് വേണ്ടിയിട്ട് ഒരു പിക്ചർ ബുക്കൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ദെൻ ഹിസ് പോപ്പുലർ ബുക്സ് ആർ ക്രോ ബോയ്, അംബ്രല്ല, വില്ലേജ് ട്രീ ആൻഡ് സീഷോർ സ്റ്റോറി. ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ പോപ്പുലർ ആയിട്ടുള്ള ബുക്കാണ്. ക്രോ ബോയ് ഈസ് അബൌട്ട് എ ഷൈ ബോയ് ഇൻ സ്കൂൾ ഹു ഈസ് വെരി സ്മാർട്ട് ബട്ട് ലോൺലി അറ്റ് ഫസ്റ്റ്. അപ്പോൾ നമുക്കറിയാം ക്രോ ബോയ് എന്ന് പറയുന്ന സ്റ്റോറിയിൽ സ്കൂളിൽ ആദ്യം ഷൈ ആയിരുന്നു, പിന്നെ സ്മാർട്ടായിട്ടുള്ള ഒരു കുട്ടിയാണ്. അംബ്രല്ല ഈസ് അബൌട്ട് മോമോ വെയിറ്റിംഗ് ഫോർ റെയിൻ സോ ഷീ ക്യാൻ യൂസ് ഹെർ ന്യൂ അംബ്രല്ല. അപ്പോൾ അംബ്രല്ല എന്ന് പറയുന്ന മോമോ എന്താണ്, റെയിനിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന ഒരു പുതിയ കുടയൊക്കെ വാങ്ങിയിട്ട് അത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് അത് വെയിറ്റ് ചെയ്യുന്ന ഒരു കുട്ടിയുടെ സ്റ്റോറിയാണ്. ടാരോ ഡൈഡ് ഇൻ 1994 ആൻഡ് പീപ്പിൾ സ്റ്റിൽ ലവ് ഹിസ് ബുക്ക് ബിക്കോസ് ദേ ആർ ടച്ചിങ് ആൻഡ് ഫുൾ ഓഫ് ഇമോഷൻസ്. അപ്പോൾ ഇന്നും ആളുകൾക്ക് അദ്ദേഹത്തിൻ്റെ ബുക്സ് ഇഷ്ടമാണ്. എന്താണ്, വളരെ ടച്ചിങ് ആയിട്ടുള്ള ഫുൾ ഇമോഷൻസ് ആയിട്ടുള്ള ബുക്കുകളായതുകൊണ്ടാണ്. ഇനി ഇതിലെ ചോദ്യം നോക്കാം. വിച്ച് ഓഫ് ദ ഗിവൺ ബിലോ ഈസ് നോട്ട് എ ബുക്ക് റിട്ടൺ ബൈ ടാരോ യാഷിമ. അപ്പോൾ ടാരോ യാഷിമോ എഴുതാത്ത ബുക്ക് ഏതാണ് ാണ് ചോദിക്കുന്നത്. ക്രോ ബോയ്, അംബ്രല്ല, ദ സിറ്റി ട്രീ, സീഷോ സ്റ്റോറി. ഏതാണ് ദ സിറ്റി ട്രീ എന്ന് പറയുന്നതാണ്. ഇനി വൈ ഡു പീപ്പിൾ സ്റ്റിൽ ലവ് ടാരോ സ്റ്റോറീസ്. എന്തുകൊണ്ടാണ് ടാരോയുടെ സ്റ്റോറി ഇന്നും ആളുകൾ ഇഷ്ടപ്പെടുന്നത്? എന്തുകൊണ്ടാണ്? ബിക്കോസ് ദേ ആർ ടച്ചിങ് ആൻഡ് ഫുൾ ഓഫ് ഇമോഷൻസ് എന്ന് പറയുന്നതാണ് ബിയുടെ ആൻസർ ആയിട്ട് വരുന്നത്. സി ഫൈൻഡ് ദ വേർഡ് ഫ്രം ദ പാസേജ് ദാറ്റ് മീൻസ് നോ വാർ ഓൺലി കാം ആൻഡ് ഹാപ്പിനെസ്. അപ്പോൾ വാറൊന്നുമില്ല, വളരെ കാം ആൻഡ് ഹാപ്പിനെസ് എന്ന് പറയുന്ന അർത്ഥം വരുന്നത് താഴെ കൊടുത്തിട്ടുള്ളത് ഏത് വാക്കാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അല്ല, നമ്മുടെ പാസേജിലെ ഏത് വാക്കായിരുന്നു? പീസ് എന്ന് പറയുന്ന വാക്കാണ്. ഓക്കെ, ആൻസർ എന്ന് പറയുന്നത് പീസ് എന്നുള്ളതാണ്. PEACE, സമാധാനം. വാട്ട് വാസ് ടാരോ യാഷിമാസ് ഫുൾ നെയിം. എന്തായിരുന്നു അദ്ദേഹത്തിൻ്റെ ഫുൾ നെയിം എന്ന് പറയുന്നത്? ജോൺ ആറ്റുഷ്മി ഇവാസ്റ്റു. അല്ലേ, അത് നമ്മളെ മലയാളി പേരൊന്നും അല്ലാത്തതുകൊണ്ടാണ് നമുക്ക് വായിക്കാൻ ഒരു ബുദ്ധിമുട്ട്. അപ്പോൾ അതിവിടെ പറയുന്നുണ്ട്, അതാണ് അദ്ദേഹത്തിൻ്റെ ഫുൾ നെയിം എന്ന് പറയുന്നുണ്ട്. അല്ലേ, ഇതാണ് ആൻസർ എന്ന് പറയുന്നത്. ഇനി അടുത്ത നോക്കൂ, ഇതിലെ ഈ ചോദ്യമാണ്. റീഡ് ദ സ്റ്റേറ്റ്മെൻറ്റ് ഗിവൺ ബിലോ. താഴെയുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് വായിക്കുക. എന്നിട്ട് എന്ത് ചെയ്യണം? ഇതിൽ കറക്റ്റ് ടാരോ യാഷിമ വാസ് എ ജപ്പാനീസ് ആർട്ടിസ്റ്റ്. അദ്ദേഹം ഒരു ജപ്പാനീസ് ആർട്ടിസ്റ്റ് ആയിരുന്നു എന്ന് പറയുന്നുണ്ട്. ഓക്കെ, ഇനി അതെന്താണ്, അത് ശരിയായിട്ടുള്ള കാര്യമാണ് അല്ലേ. ഇനി അടുത്തത് പറയുന്നത് ഹി ഡൈഡ് ഇൻ 1994. അദ്ദേഹം 1994 മരിച്ചത്. രണ്ടും ശരിയാണ്. അപ്പോൾ ഇവിടെ എന്താണ്, രണ്ടും ശരിയാണ് എന്നുള്ളതാണ്. ബോത്ത് 1 and R കറക്റ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ A ആണ് ശരിയായിട്ടുള്ള ഉത്തരം. ഇനി അടുത്ത ചോദ്യം നോക്കൂ. ചാറ്റ് ആണ്. അറ്റംപ്റ്റ് എനി വൺ ഓഫ് ദ 2 ആക്ടിവിറ്റീസ് ഗിവൺ ബിലോ. ഇവിടെ തന്നിട്ടുള്ളത് കുഞ്ഞിച്ചിരുത ഇൻ ദ ഓൺലി ഇന്ത്യൻ സ്റ്റുഡൻറ്റ് ഇൻ ഹെർ ക്ലാസ് ഇൻ ന്യൂജേഴ്സിയിലെ അവൾ മാത്രമായിരുന്നു അവിടെ ഇന്ത്യൻ സ്റ്റുഡൻ്റ് ആയിട്ട് ഉണ്ടായിരുന്നത്. ഷീ ഈസ് അപ്സെറ്റ് ബിക്കോസ് ഹെർ ക്ലാസ്മേറ്റ്സ് കനോട്ട് പ്രൊനൗൺസ് ഹെർ നെയിം കറക്റ്റ്ലി. അപ്പോൾ അവിടെയുള്ള കുട്ടികൾക്ക് എന്താണ്, അവളുടെ പേര് കുഞ്ഞിച്ചിരുത എന്ന് കറക്റ്റായിട്ട് പ്രൊനൗൺസ് ചെയ്യാൻ വേണ്ടി പറ്റിയിരുന്നില്ല. ഷീ ഓൾസോ ഫീൽസ് ലോൺലി ഷീ ഈസ് ന്യൂ ടു ദ സ്കൂൾ. അപ്പോൾ ആ സ്കൂളിൽ പുതിയതായതുകൊണ്ട് തന്നെ അവൾക്ക് എന്താണ്, വളരെയധികം ഒറ്റപ്പെടൽ തോന്നി. റൈറ്റ് എ ചാറ്റ് ബിറ്റ്വീൻ കുഞ്ഞിച്ചിരുത ആൻഡ് ഹെർ ടീച്ചർ. അപ്പോൾ കുഞ്ഞിച്ചിരുതയും ടീച്ചറും തമ്മിലുള്ള ഒരു ചാറ്റാണ് നമ്മളിവിടെ എഴുതേണ്ടത്. മിസ്റ്റർ ഹോപ്കിൻസ് വേർ ഷീ ഷെയർസ് ഹെർ ഫീലിംഗ്. അപ്പോൾ മിസ്റ്റർ ഹോപ്കിൻസ്
കൊടുത്ത് അവൾ എന്ത് ചെയ്യാണ്, അവളുടെ ഫീലിങ്സ് ഒക്കെ ഷെയർ ചെയ്യാണ്. അപ്പം നമ്മൾ മോഡൽ പേപ്പറിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു കുഞ്ഞിച്ചിരുതയും ഫ്രണ്ടും തമ്മിലുള്ളത് അല്ലേ. അപ്പോൾ ഏകദേശം അതേ പാറ്റേണിൽ തന്നെയാണ് ഇവിടെയും വരുന്നത്. ഹായ് മീസ് ഐ എം കുഞ്ഞിച്ചിരുത എന്ന് പറയുന്നുണ്ട് അല്ലേ. പിന്നെ പറയാം എന്താണ്, ഐ ഫീൽ വെരി ലോൺലി ബിക്കോസ് ഐ ഡോണ്ട് ഹാവ് എനി ഫ്രണ്ട്സ്. അതുപോലെ തന്നെ മൈ ക്ലാസ്മേറ്റ്സ് കനോട്ട് പ്രൊനൗൺസ് മൈ നെയിം പ്രോപ്പർലി, സോ ഐ എം ഫീൽ വെരി സാഡ് എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് എഴുതാൻ വേണ്ടി പറ്റും. ഓക്കെ, ഇനി അപ്പോൾ അത് കൂട്ടുകാരെ എഴുതിയിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്തത് മിസ്റ്റർ ഐസോപ്പ് ലൈക്ക് ചിപ്പീസ് ഡ്രോയിങ് ആൻഡ് ഹിസ് നോളജ് അബൌട്ട് പ്ലാന്റ്സ് ആൻഡ് ഫ്ലവേഴ്സ്. അപ്പോൾ ഐസോപ്പിന് ചിപ്പിയുടെ ഡ്രോയിങ്സ് അതുപോലെ തന്നെ അവരുടെ പ്ലാന്റ്സിനെ കുറിച്ചും ഫ്ലവേഴ്സിനെ കുറിച്ചുള്ള അറിവൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടമാവുകയാണ് ചെയ്യുന്നത്. ദെൻ ഹീ ഈസ് ഓൾസോ ഇംപ്രസ്ഡ് വിത്ത് ഹിസ് ടാലൻസ് ഓഫ് ഇമിറ്റേറ്റിംഗ് ക്രോസ്. അതുപോലെ ക്രോസിനൊക്കെ ഇമിറ്റേറ്റ് ചെയ്യുന്ന ആ ഒരു ടാലൻറ്റും ഐസോപ്പിന് ആ സാറിന് വളരെയധികം ഇഷ്ടമായി. ഇമാജിൻ ദാറ്റ് മിസ്റ്റർ ഐസോപ്പ് ഈസ് ചാറ്റിംഗ് വിത്ത് ഹിസ് ഫ്രണ്ട് മിസ് ലിസ് ആൻഡ് ഹി ടെൽസ് ഹെർ അബൌട്ട് ചിപ്പീസ് ടാലൻറ്റ്. അപ്പോൾ എന്ത് ചെയ്യാണ്, അദ്ദേഹത്തിൻ്റെ ഫ്രണ്ടായിട്ടുള്ള മിസ്റ്റർ ലിസുമായിട്ട് എന്താണ് ഒന്ന് കോണ്ടാക്ട് ചെയ്യുകയാണ്. എന്നിട്ട് ഈ കാര്യങ്ങളൊക്കെ പറയാണ്, നമ്മുടെ ചിപ്പിക്ക് ഇത്രയധികം ടാലൻറ്റ് ഉണ്ട്, ഈ കാര്യങ്ങളൊക്കെ അറിയാം, ഡ്രോയിങ് ചെയ്യാൻ വേണ്ടി പറ്റും എന്നുള്ളതൊക്കെ പറയാണ്. അപ്പോൾ അതാണ് നിങ്ങളിവിടെ എഴുതേണ്ടത്. ഇനി ഇമെയിൽ നോക്കൂ. ഇമെയിൽ യു ഹാവ് റീഡ് ദ സോങ് ദ കളേഴ്സ് ഓഫ് ദ എർത്ത് ബൈ സാറ പെർട്ട്ലി. ഇറ്റ് ടെൽസ് us that every person is unique and beautiful and we should respect and celebrate the diversity of humanity. അപ്പോൾ എന്താണ് ദ കളേഴ്സ് ഓഫ് ദ എർത്ത് എന്ന് പറയുന്ന ഇദ്ദേഹത്തിൻ്റെ ഈ ഒരു കവിത സോങ് നമ്മൾ വായിച്ചിട്ടുള്ളതാണ്, നമുക്കറിയാം. അപ്പോൾ അതിൽ പറയുന്ന എല്ലാവരും എന്താണ്, യുണീക്കാണ്, ബ്യൂട്ടിഫുൾ ആണ് എന്നുള്ളതാണ് അല്ലേ. അപ്പോൾ അവിടെ ഡൈവേഴ്സിറ്റി ഓഫ് ഹ്യൂമൻസ് എന്ന് പറയുന്നത് എന്താണ്, അവിടെ സെലിബ്രേറ്റ് ചെയ്യേണ്ട ഒന്ന് തന്നെയാണ്. യു ലൈക്ക് ദിസ് മെസ്സേജ് ആൻഡ് വാണ്ട് ടു അപ്രീഷിയേറ്റ് ദ റൈറ്റർ. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഇഷ്ടമായി, അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുകയാണ്, ഇതിനെ അപ്രീഷിയേറ്റ് ചെയ്തുകൊണ്ട് ഈ ഒരു റൈറ്റർ ആയിട്ടുള്ള സാറ പേർട്ടിലേക്ക് ഒരു ഇമെയിൽ അയക്കുകയാണ്. അതാണ് നമ്മളിവിടെ എഴുതേണ്ടത്. അപ്പോൾ ഫ്രം എന്ത് കൊടുക്കണം, സാറ pertli@gmail.com എന്ന് കൊടുക്കുക. ടു എന്ന് പറഞ്ഞിട്ട് നിങ്ങളൊരു ഇമെയിൽ ID കൊടുക്കുക. ഇത് സബ്ജക്റ്റ് ലെറ്റർ ഓഫ് അപ്രീസിയേഷൻ അവിടെ കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് എന്ത് എഴുതാം, ഐ എം റൈറ്റിംഗ് ടു എക്സ്പ്രസ് ഹൗ മച്ച് ഐ ലവ് യുവർ സോങ് ദ കളേഴ്സ് ഓഫ് ദ എർത്ത് ദ മെസ്സേജ് ദാറ്റ് എവറി പേഴ്സൺ ഈസ് യുണീക്ക് ആൻഡ് ബ്യൂട്ടിഫുള്ളി റിയലി റിസോണേറ്റഡ് വിത്ത് മീ. ഇറ്റ് ഈസ് എ വണ്ടർഫുൾ റിമൈൻഡർ ദാറ്റ് വി ഷുഡ് ഓൾവേസ് റെസ്പെക്ട് ആൻഡ് സെലിബ്രേറ്റ് ദ ബ്യൂട്ടിഫുൾ ഡൈവേഴ്സിറ്റി ഓഫ് ഹ്യൂമാനിറ്റി. താങ്ക് യു ഫോർ റൈറ്റിംഗ് സച്ച് ആസ് ഇൻസ്പയറിംഗ് പീസ് എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് എഴുതാം. എന്നിട്ട് വാം റിഗാർഡ്സ് എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് നിങ്ങളുടെ പേരും എഴുതിയിട്ട് അവസാനിപ്പിക്കാം. ഇനി അടുത്ത ചോദ്യം എന്ന് പറയുന്നത് ഒരു ലൈവ് റിപ്പോർട്ടാണ്. അറ്റംപ്റ്റ് എനി വൺ ഓഫ് ദ ടു ആക്ടിവിറ്റീസ് ഗിവൺ ബിലോ. താഴെയുള്ളതിൽ ഏതെങ്കിലും ഒരു ആക്ടിവിറ്റി നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യണം. ഇവിടെ കൊടുത്തിട്ടുള്ള എന്താണ്, യുവർ സ്കൂൾ ഈസ് റെഡി ഫോർ ദ ഫുട്ബോൾ വേൾഡ് കപ്പ് കിക്ക് ഓഫ് സെലിബ്രേഷൻ. അപ്പോൾ നിങ്ങളുടെ സ്കൂളിൽ വേൾഡ് കപ്പിൻ്റെ കിക്ക് ഓഫ് സെലിബ്രേഷൻ നടക്കുകയാണ്. പ്രിപ്പയർ എ ലൈവ് റിപ്പോർട്ട്. അപ്പോൾ എന്ത് ചെയ്യണം, അതിന് വേണ്ട ഒരു ലൈവ് റിപ്പോർട്ടാണ് നിങ്ങൾ ഉണ്ടാക്കേണ്ടത്. അതിന് ആവശ്യമായിട്ടുള്ള ഹിൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഗുഡ് മോർണിംഗ്, ടുഡേ വി ആർ വെരി എക്സൈറ്റിംഗ് ടു അനൗൺസ് ദിസ് അനൗൺസ്മെൻറ്റ്. വി ആർ സ്റ്റാർട്ടിംഗ് ദ വേൾഡ് കപ്പ് കിക്ക് ഓഫ് സെലിബ്രേഷൻ. എവ്രി വൺ ഈസ് റെഡി ഫോർ ദ ഇവൻറ്റ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് എഴുതാം. അടുത്തതായിട്ട് വില്യം വിൻഡ്മില്ലിനെ കുറിച്ചിട്ടുള്ള അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ടു പവർ ഹിസ് വില്ലേജ് ഫോർ ദിസ് ഫസ്റ്റ് ടൈം പ്രിപ്പയർ ലൈവ് റിപ്പോർട്ട് ഓഫ് ദ സ്വിച്ചിങ് ഔട്ട് സെറിമണി ഓൺ ദ വിൻഡ് മിൽ യൂസിങ് ദ ഫോളോയിങ് ഹിൻസ്. അപ്പോൾ വിൻഡ് മില്ലൊക്കെ റെഡിയായി, അത് എന്ത് ചെയ്യാണ്, അതിൻ്റെ സ്വിച്ചിങ് ഔട്ട് സെറിമണി നടക്കുകയാണ്. അപ്പോൾ അതിനുള്ള ഒരു ലൈവ് റിപ്പോർട്ടാണ് എഴുതാൻ വേണ്ടി പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതെന്താണ്, അതും നമുക്ക് ഒരു ഗുഡ് മോർണിംഗ് അല്ലെങ്കിൽ ഗുഡ് ഈവനിങ് എന്ന് പറഞ്ഞു തുടങ്ങാം. വി ആർ ഹിയർ ആസ് നൈറ്റ് ഫോൾസ് വെയർ ഹ്യൂജ് ക്രൗഡ് ഹാസ് ഗ്യാതേർഡ് അറൗണ്ട് ദ ടോൾ വിൻഡ് മിൽ. വില്യം ഈസ് സ്റ്റാൻഡിംഗ് പ്രൗഡ്ലി നിയർ his invention ready to power his village for his first time എന്നൊക്കെ പറഞ്ഞ് ചീഫ് ഗസ്റ്റ് ആരെങ്കിലും അറിയുന്നുണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾക്ക് എഴുതാം. ഓക്കെ, അപ്പോൾ ഇതെല്ലാം വെച്ചുകൊണ്ടാണ് നിങ്ങൾ എഴുതേണ്ടത്. അപ്പോൾ നിങ്ങൾ എഴുതിയിട്ടുണ്ടാവും, അതുകൊണ്ടാണ് നമ്മൾ കൂടുതൽ ഇത് പറയാത്തത്. പിക്ചർ സ്റ്റോറി എന്താണെന്ന് ചോദിച്ചാൽ ഇത് ഇവിടെ ഒരു പിക്ചർ കാണുന്നുണ്ട് അല്ലേ. ഇത് വെച്ചുകൊണ്ട് എന്ത് ചെയ്യണം, ഒരു പാരഗ്രാഫായിട്ട് ഇതിൽ കാണുന്ന കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ട് ഒരു സ്റ്റോറി എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ലാസ്റ്റ് വൺ എന്ന് പറയുന്നത് എന്താണ്, എഡിറ്റിംഗ് ആണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എഡിറ്റിംഗ് നമുക്ക് നോക്കാം. ബാക്കിയുള്ളത് വലിയ വലിയ ആൻസേഴ്സ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് ആൻസേഴ്സ് ആവശ്യമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ ആൻസേഴ്സൊക്കെ പറഞ്ഞു തരാം. ഇനി അടുത്തത് നോക്കാം. എഡിറ്റ് ദ പാസേജ് ഗിവൺ ബിലോ എന്നുള്ള വില്യം വാസ് വെരി പ്രൗഡ് ഓഫ് ഹിസ് അച്ചീവ്മെൻറ്റ്സ്. ഓക്കെ, അപ്പോൾ വില്യം എന്താണ്, അവൻ്റെ അച്ചീവ്മെൻറ്റ്സിൽ വളരെയധികം പ്രൗഡാണ്. പിന്നെന്താണ്, ഷീ സോ എന്നാണ് പറയുന്നത്. ഇവിടെ വില്യം എന്ന് പറഞ്ഞത് ഷീ ആണോ, അല്ല, ഹീ ആണ്. അപ്പോൾ ഹീ എന്ന് എഴുതി കൊടുക്കുക. ദെൻ മെഷീൻ എന്നുള്ളതാണ് അല്ലേ. ഇവിടെ എന്താണ്, മെഷീൻ എന്ന് പറയുന്നത് സ്പെല്ലിങ് കറക്റ്റ് അല്ല, MACHINE
പക്ഷേ അപ്പോൾ സ്പെല്ലിങ് കറക്റ്റ് ചെയ്ത് കൊടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അടുത്തത് എന്താണ്? ഇൻ ദ ഗ്രൗണ്ട് ആണ്. അവിടെ ഇൻ ദ ഗ്രൗണ്ട് അല്ല വരേണ്ടത്, ഫ്രം ദ ഗ്രൗണ്ട് എന്നുള്ളതാണ് വരേണ്ടത്. ഇനി ദ വാട്ടർ ഗഷ് എന്നാണ്, ഗഷ്ഡ് എന്നാണ്, കാരണം ഇത് പാസ്റ്റ് ടെൻസ് ആണ്. ഫീൽഡ് തേഴ്സ്റ്റി എന്നല്ല, എന്താണ്? തേഴ്സ്റ്റി ഫീൽഡ്സ് എന്നാണ് വരേണ്ടത്. ഇങ്ങോട്ടും ഇതിങ്ങോട്ടും വരും. ഓക്കെ, അപ്പോൾ ഇത്രയായിരുന്നു നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ. എല്ലാവർക്കും നല്ല മാർക്ക് തന്നെ കിട്ടിയിട്ടുണ്ടാവും. നാളത്തെ എക്സാം ആയിട്ടുള്ള ബേസിക് സയൻസിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും പോയിട്ട് കാണാം. എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.